ശ്രീ ഷാവു പ്രസാദ്, ഇവിടെ ദുരന്തർ എന്നൊരു സിനിമയുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് പ്രൊപ്പഗാൻഡ സിനിമയാണ്. ഈ ഒന്നാം കേരള സ്റ്റോറി ഞാൻ കണ്ടതാണ്. നാലാംകട ചവർ പടം. എന്തെങ്കിലും നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. ഒരു നാലാംകട ചവർ പടം. ആ പടത്തിന് കേന്ദ്ര പുരസ്കാരം കിട്ടി. ആ പടത്തിനടക്കം താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്തു. ദോ വരുന്നു കേരള സ്റ്റോറി എന്ന് താങ്കൾ വലിയ പ്രൊമോഷൻ കൊടുത്താണ്. അപ്പൊ രണ്ടാം കേരള സ്റ്റോറിക്കും ആ ദാ വരുന്നു പ്രൊമോഷൻ കൊടുക്കുകയല്ലേ ശ്രീ ഷാബു? ഞാൻ ആരോ കേട്ടാ ഹാഷ്മി, ഞാനത് ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇവിടെ കേരളത്തിനെ, നമ്മുടെ സംസ്ഥാനത്തിനെ ഇവിടെ BJP-ക്കാര് സംഘികൾ കണ്ടമാനം അങ്ങ് അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടക്കുന്നു എന്ന് പറയുന്നു. അതിന് പ്രത്യേകിച്ച് വേറെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇറങ്ങട്ടെ, നാട്ടുകാർ കാണട്ടെ, നാട്ടുകാർ വിലയിരുത്തട്ടെ. ഞാൻ നിന്നെ അവഗണിക്കുന്നത് എന്താണെന്നറിയോ? പരിഗണിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നമ്മളിവിടെ ഈ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് നടന്നിട്ട് നമ്മളെന്തിനാണത്? അത് വരട്ടെന്നേ, സൗകര്യമുള്ളവർ കാണട്ടെ. എന്നിട്ട് ഇതിനെ നിങ്ങൾ എമ്പുരാന് 34 അധികം ഭാഗം സെൻസർ ചെയ്തത്. ആ ആന്റഗണിസ്റ്റിന്റെ പേര് വരെ എന്തിനു മാറ്റി? OTT-യിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ ബീഫ് എന്ന വാക്ക് പറയുന്നത് കൊണ്ട് അത് മ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഹാല് എന്ന് പറയുന്ന മലയാള സിനിമയിൽ ബീഫ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CBFC എത്ര ദിവസമാണ് സർട്ടിഫിക്കേഷൻ ഡിലേ ആക്കി? അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിക്ക് കുത്തും, അതോടെ ഒടുക്കം. പിന്നെ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു പ്രൊപ്പഗാൻഡ നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഒരു പ്രൊപ്പഗാൻഡ ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതൊന്നും അല്ല നമ്മുടെ സെക്യുലർ ഫാബ്രിക് എന്ന് പറയുന്നത്. അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തെടുക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം. ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ്, എത്ര സില്ലി ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കാണുന്നത്. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെറ്റിയിൽ കുത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സാർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന്. കേരളത്തിന് പുറത്ത് കേരളം ഒരു ഭീകര സംസ്ഥാനമാണ്. അത് തിന്മയുടെ ഈ പറഞ്ഞ പോയിന്റാണ്. എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് തറവാട് കുളം തോണ്ടിട്ട് അടങ്ങുന്ന? എനിക്ക് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. തൂ ലോക് പാകിസ്ഥാനി ഹേ എന്ന് ഒരാൾ പറഞ്ഞ് നേർക്കുന്ന അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ നടത്തിയ കള്ള പ്രൊപ്പഗാൻഡയുടെ ആഫ്റ്റർ എഫക്റ്റാ. ചോദിച്ചു മേടിച്ചു. ഒരു കേരള സ്റ്റോറിയാണോ? ഒന്നാം കേരള സ്റ്റോറിയാണോ? രണ്ടാം കേരള സ്റ്റോറിയാണോ? ഇവിടെ കർണാടകത്തിൽ വന്ന് ദോ നോക്കൂ കേരളം അതുപോലെ ആവാതെ ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലേ? 80-20 എന്ന് പറഞ്ഞിട്ടില്ലേ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. എന്തൊക്കെ പറഞ്ഞു ഇവിടെ സംഘ നേതാക്കൾ ഈ കേരളത്തെ തിന്മയുടെ സംസ്ഥാനമായി കാണിക്കാൻ? വെറുപ്പത്തിനാണ് കേരളത്തോട് ഇത്രയും അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗുജറാത്ത് ഭീകര ഭരണമാണ്, അവിടെ മരണത്തിന്റെ വ്യാപാരിയാണ്, അത് വ്യാപാരികളാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ വളരെ ശക്തമായ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രചരണം നടക്കുന്നുണ്ട്. വിടില്ല ഞാൻ. അതെ, താൻ വരട്ടണ്ട കേട്ടോ. താൻ വരട്ടിയ വരണ്ടോണ പീക്കറിയല്ലേ അദ്ദേഹം. അത് വ്യാജമല്ല, വാർത്തയാണ്. ഗുജറാത്തിൽ ഒരു വംശഹത്യ നടന്നു, അത് വാർത്തയാണ്. പെഹലൂക്കാനെ നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞു അഖിലാഖിനെ അടിച്ചു വന്നു, ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാണ്. പെഹലൂക്കാനെ അടിച്ചു വന്നു, ബീഫിന്റെ പേരിലാണ്. അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയ അക്ബർ ഖാൻ, അലിമുദ്ദീൻ അൻസാരി, കാസിം ഖുറേഷി, മഹാരാഷ്ട്രയിലെ റിയാസും സ്വരാജും ബീഫിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് BJP നേതാവടക്കം ക്രൈസ്തവർക്കെതിരെ കാട്ടിക്കൂട്ടിയ പേ ആക്രമണങ്ങൾ വ്യാജമാണോ? വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. അത് വാർത്തയാക്കും. അതുപോലെയാണ് ഈ കള്ളം പറയൽ, പ്രൊപ്പഗാൻഡ പറയൽ. നാണം കിടന്ന നമുക്ക് പുത്തിരിയൊന്നുമില്ലല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. അതിന്റെ പേരിൽ അത് ആ സംസ്ഥാനത്തിന്റെ കുറ്റമാണ്, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കുറ്റമാണ് എന്ന് പറയുന്നതാണ് പ്രൊപ്പഗാൻഡ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അവിടെ ഭരിക്കുന്നവരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന നല്ല പ്രൊപ്പഗാൻഡ. ഇത് ബീഫ് കുത്തിക്കേറ്റുന്ന ഒരു പച്ചക്കള്ളം എഴുതി വെച്ചൊരു ടീസറും അതുമായി പുലബന്ധം പോലും ഇല്ലാത്ത കള്ളക്കണക്കും വെച്ച് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി എന്നുണ്ടാക്കി വിടുന്നതാണ് പ്രൊപ്പഗാൻഡ. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ പച്ചക്കള്ളം. അങ്ങേക്ക് പോലും ദഹിക്കൂ ഈ സാധനം. ഷാവു പ്രസാദ്, ഇപ്പോ ഒന്നാം കേരള സ്റ്റോറി വലിയ ഗംഭീര സിനിമയാണ്, കാണണമെന്ന് പറഞ്ഞ് ഇട്ട് അങ്ങിടുവോ? ഈ സിനിമയ്ക്ക് ഇടുവോ? ഇല്ല, അങ്ങേക്ക് പോലും ദഹിക്കില്ല. ഹാഷ്മി ഇതൊരു ഫീച്ചർ സിനിമയാണ്. ഓ, ഇനിയിപ്പോ ഡീസൻസി പഠിപ്പിക്കാൻ പോകുക. ഡോക്യുമെന്ററി അല്ല, കല എന്നാൽ അത് കള്ളമാണ്. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് തന്നെ ഒരു എത്തും പിടുത്തം കിട്ടുന്നില്ല. പിന്നെയാണ് നിങ്ങൾക്ക്. തലയ്ക്കകത്ത് ഭാവനയുണ്ടാകും,
പല അസംഷൻസ് ഉണ്ടാകും. ഓക്കെ, ഓക്കെ. ഈ പറഞ്ഞ പോലെ ആശയങ്ങളെല്ലാം ഉണ്ടാകും. ഇതിനെ കലയെന്ന് വിളിക്കല്ലേ? ഇതൊരു ഇത് സത്യത്തിന്റെ കൊലയാണ്. ശരി, ഇത് കലയെന്ന് വിളിക്കല്ലേ? ഇത് സത്യത്തിന്റെ കൊലയാണ്. വിട്ടേക്ക് ഞങ്ങൾ അത് ഹാഷ്മി, അത് ഞാൻ എന്ത് വിളിക്കണമെന്ന് ഞാനല്ലേ ഹാഷ്മി തീരുമാനിക്കും. അല്ല, ഞാൻ പറയാണ്, അത് കലയും ഒന്നുമല്ല, അത് കൊലയാണ്. ഞാൻ പടം കണ്ടിട്ടില്ല. പടം കാണാതെ ഞാൻ പടത്തിനെ പറ്റി അഭിപ്രായം പറയുകയുമില്ല. ഓക്കെ, അത് ശരി. അതങ്ങ് മഹത്തായ കലാരൂപം എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് മഹത്തായ കലാരൂപം കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. വിട്ടേക്ക്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്ട് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒറ്റ കാര്യം കൂടി, ഈ നാട്ടിലെ സാക്ഷാൽ വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, മഹാബലിക്കൊരു കത്ത് എന്നാണ് ആ കവിതയുടെ പേര്. ഒരു മിനിറ്റ്, ചേട്ടൻ വല്ല കഥാപ്രസംഗത്തിനും പോകുന്നുണ്ടോ? അന്ന് ചമതയും പൂണൂലുമായി വന്നു മണ്ണുദാനം വാങ്ങി വഞ്ചിച്ച വാമനൻ വിഷ്ണുവാണത്രേ മഹാവിഷ്ണു, ഞാനൊരു നുഷ്ണിച്ചു കത്തി ജ്വലിച്ചു പോയി കണ്ണുകൾ. വെരി അല്ല, മനസ്സിലായില്ല. ഇവിടെ വയലാർ രാമവർമ്മ എഴുതിയ കവിതയാണത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് പ്രൊപ്പഗാൻഡയല്ലേ? എന്റെ പൊന്നു ഷാവുപ്രസാദ്, നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ ആടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. എവിടെ കിടക്കുന്ന ഒരു കാമാക്കിനെയും നാലാംകിട ചവറെടുത്ത് നടക്കുന്ന ഈ പ്രൊപ്പണ്ട ഉണ്ടാക്കുന്ന കാമാക്കിനെയും കേരളത്തിൽ സ്വന്തം വയലാറിനെയും കമ്പയർ ചെയ്യല്ലേ? ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല അല്പ കളിച്ചോറും ഉണ്ടെന്ന്. അയ്യേ, ഞാനതല്ല പറഞ്ഞ അയ്യേ. ഈ കേരള സ്റ്റോറി എന്ന പേരിടാൻ കേരള സ്റ്റോറി എന്തിനാണ് പേരിട്ടത്? അവർക്ക് സൗകര്യമുള്ളതുകൊണ്ടിട്ടു. വൃത്തികേട് പറയുന്നു. വയലാറിന്റെ വാലേ കെട്ടാൻ പോയിട്ട് വയലാറിന്റെ വാലേ കെട്ടിയ വള്ളി അത് കഴുകിയ വെള്ളം കുടിക്കാൻ യോഗ്യതയില്ലാത്തവനായിട്ടാണ് താരതമ്യം ചെയ്തത്. അങ്ങനെ ഇടാൻ പറ്റാതെ, അങ്ങനെ ഈ നാടിനെ പറ്റി പച്ചക്കള്ളം പറഞ്ഞ് അതിന് നാടിനെ പേരിടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അത് കേരളം തീരുമാനിക്കും. കോടതി പോയി ടീസർ പിൻവലിക്കേണ്ടി വന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. വിവാദ ചിത്രം കേരള സ്റ്റോറി ഹൈക്കോടതി കാണുന്നതിനെ എതിർത്ത് നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷാ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. സിനിമ കണ്ട് വിലയിരുത്താനുള്ള മേൽനോട്ടാധികാരം ഹൈക്കോടതി ഉപയോഗിക്കരുതെന്ന് മറുപടി സത്യവാങ്മൂലം. ഹൈക്കോടതി സിനിമ കണ്ട് വിലയിരുത്തുന്നത് സെൻസർ ബോർഡിന് പകരമാവില്ല. നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. ചിത്രം വിലയിരുത്താനുള്ള ഏക അധികാര കേന്ദ്രമാണ് സെൻസർ ബോർഡെന്നും വിദഗ്ധർ കണ്ട് വിലയിരുത്തിയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയതെന്നും വിപുൽ അമൃത്ലാൽ ഷാ സത്യവാങ്മൂലത്തിൽ പറയുന്നു. പക്ഷെ അറിയേണ്ടതൊക്കെ അറിയാതെയും ഈ നാട്ടുകാരെ അറിയിക്കാതെ ഞാൻ വിടുന്നു കരുതണ്ട. അതിനാൽ ഹർജിക്കാർക്ക് ഹൈക്കോടതി സമീപിക്കാൻ അവകാശമില്ല എന്നുമാണ് നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സ് ഹൈക്കോടതിയിൽ ഉയർത്തുന്ന മറുപടി വാദം. ബഹുമാനപ്പെട്ട കോടതി എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു. പിന്നെ വേറെ എന്തോ ഞാൻ വിളിക്കേണ്ടത്? പുണ്യാത്മാവെന്ന് വിളിക്കാം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പൊ ഇയാളുടെ പേര് കാമാക്യ എന്നാണ് ഹാഷ്മി. നാട്ടുകാർ ഈ പടം കണ്ടിട്ടല്ല, ഇതിന്റെ ടീസർ കണ്ടിട്ട് ചോദിക്കാണ് കാമാക്യ കോലം കെട്ട്. ഹേ, ഷാവുപ്രസാദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പറയുന്ന ഭാവനയൊക്കെ ആവാം. ശ്രീ ഷാവുപ്രസാദ്, നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഭാവനയുടെ പുറത്ത് 35 സീറ്റ് കിട്ടും. ഒരു ഭരണ തുടർച്ച ഉണ്ടാവില്ല. NDA വിചാരിക്കാതെ 1 ഇഞ്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും. ആ 35 സീറ്റ് കിട്ടി, ഞങ്ങൾ ഇതാ ഭരിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ച് നല്ല ഉള്ളിയിട്ട് വേവിച്ച് വഴറ്റി ബീഫോ നല്ല തേങ്ങാക്കൊട്ടിട്ട ബീഫ് കറി കൊടുത്താ അതേ വേണമെങ്കിൽ ആ 35 സീറ്റും കളഞ്ഞിട്ട് അത് കഴിക്കാൻ വരും പെറോട്ടയും കൂടി. വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പൊറോട്ട ഇല്ലാത്തതിന്റെ വിഷമമുണ്ട് എനിക്ക്. അങ്ങനെയാണ് കേരളത്തിലെ BJP-ക്കാർ പോലും നല്ല തേങ്ങാക്കൊട്ടിട്ട ബീഫ് കണ്ടാൽ ബാക്കി എല്ലാ രാഷ്ട്രീയവും മറക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. പിന്നെ പബ്ലിക്കായിട്ട് ബീഫ് കഴിക്കാനും പറ്റത്തില്ലല്ലോ. പല കേന്ദ്ര നേതാക്കന്മാർ ബീഫ് മൂക്കറ്റ് അടിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കേരള സ്റ്റോറി എന്നിടാം. ഇപ്പൊ ഇന്നോട്ട് കേന്ദ്രം അത് കേരളം എന്നാക്കി. നാളെ നിങ്ങൾ പറയും ഇത് കേരള സ്റ്റോറി അല്ലേ, ഇത് കേരളമാണല്ലോ, ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരും. അതാണ് നിങ്ങളുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ. എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. പഠിക്കലെത്തിയപ്പോ കല മുടഞ്ഞു പോകാന്ന് പറഞ്ഞ പോലെ.